ഈ മലയാളികൾ നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ തയ്യാറാക്കുന്നത് അവിടെയല്ലേ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒരു മലയാളി എന്നോട് മറുപടി പറയണം, അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോയിട്ട് ഈ ഒരേ പണം സിങ്ക് ചെയ്താൽ മലയാളി തൊഴിലാളിമാർ അവിടെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കും, പക്ഷെ അവിടെ ചുവന്ന കൊടി ഉണ്ടാവില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ പറയണത്, നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ബുദ്ധിമുട്ട്, ആ റെപ്യൂട്ടേഷനെ ഇപ്പോൾ ഈ ചുവന്ന കൊടി എടുത്ത് നടക്കുന്ന പാർട്ടി എന്നെ ഭരിക്കുമ്പോൾ മാറ്റിയത് ഇത് സ്വീകരിക്കുന്ന കാര്യമല്ലേ? അവർ ഇങ്ങനെ സ്റ്റാർട്ടപ്സിനെ അവർ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ വേറെ ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങളുടെ ഭരണ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ടപ്സിന് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെ എതിരിക്കാതിരിക്കട്ടെ എന്നും കൂടി ചൂണ്ടിക്കാണിച്ച ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾ പറയണത്. അതാണ് ഞാൻ പറയണത്. ഈ നോക്കൂ, ഞാൻ ഒരു വിഷയം പറഞ്ഞു, ആ ആർട്ടിക്കിളിൽ എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കി തന്നു. എന്തുകൊണ്ടാണ് എഴുതിയത്, എന്താ എൻ്റെ ലോജിക്ക്, എന്താ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഒരു 15-16 വർഷമായിട്ട് രാഷ്ട്രീയ പക്ഷേ മാറ്റിയിട്ടേ ഇല്ല. എൻ്റെ സ്റ്റാൻഡ് വികസനത്തിന് വേണ്ടിയിട്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. ഈ നിലപാടിൽ ഒരു വ്യത്യാസമില്ല. ഈ എല്ലാ മാസവും ഒരു ആർട്ടിക്കിൾ എഴുതാനുണ്ട്. ഞാൻ ലോകത്ത് കാണുന്ന ഞാൻ 26 പുസ്തകം എഴുതിയ ഒരു വ്യക്തിയല്ലേ. അപ്പം ഞാൻ അതുപോലെ എന്തുകൊണ്ടാണ് എഴുതിയെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് എൻ്റെ ഓരോരോ വിഷയങ്ങളും ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി കാണുന്ന വിഷയങ്ങൾ ഞാൻ എഴുതും. അപ്പോൾ ഈ 15 മാസത്തിൽ ഇനിയും എഴുതും, വേറെ വേറെ വിഷയങ്ങളെ കുറിച്ച് എഴുതും. അല്ല, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് തന്നെ എനിക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എഴുതും. അതൊരു ഒരു 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 വ്യക്തിയായിട്ടും ഒരു ജനപ്രതിനിധിയായിട്ടും ചെയ്യാൻ എൻ്റെ ഒരു ചുമതലയാണ്. അത് നമ്മൾക്ക് അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കണം, നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ നാടിനെ നന്നാക്കേണ്ടത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ മറ്റൊരു വിവാദം വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം കെട്ടിടം കെട്ടിയ ശേഷം ഫേർണിച്ചർ മേടിക്കാൻ. അതിൻ്റെ ലോജിക്ക് എന്ന് ഈ കെട്ടിടം കെട്ടാൻ നമ്മൾ ജനങ്ങളുടെ അടിയിൽ എത്തിക്കേണ്ടത് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും, ഈ നാടിനെ നമ്മൾ എങ്ങനെ മെച്ചമാക്കും, അതാണ് നമ്മളുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാരായിട്ടും ചിന്തിക്കുന്നവരായിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഉദാഹരണമാണ്, ഇതേപോലെ സ്റ്റാർട്ടപ്സ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് ആര് ഭരണത്ത് വന്നാലും അത്യാവശ്യമാണ്. ഞാൻ വേറെ മേഖലയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഞാനാണ് ആദ്യം കേരള ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് UDF മാനിഫെസ്റ്റോയിലത്തെ 2021 തെരഞ്ഞെടുപ്പിലിട്ടത്. നിങ്ങളതൊക്കെ ശ്രദ്ധ വെച്ചു. ഈ സർക്കാർ ഇങ്ങനെ ഒരു കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ കമ്മീഷനല്ല. ഞാൻ ആവശ്യപ്പെട്ടത് ആ കമ്മീഷനിൽ അച്ഛനമ്മമാർ, വിദ്യാർത്ഥികൾ, എംപ്ലോയേഴ്സ്, തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരോടൊക്കെ ചോദിക്കണം എന്താണ് നിങ്ങൾ എഡ്യൂക്കേഷനിൽ കാണേണ്ടത്. നമ്മളുടെ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെറും പ്രൊഫസർമാരെ ഇരുത്തിയിട്ടൊരു കമ്മീഷൻ വെച്ചിട്ട് അതിൻ്റെ ഗുണം എന്തായിരുന്നു ആർക്കും അറിയില്ല, ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഓരോരോ മേഖലയെക്കുറിച്ച് ചിന്തിച്ച് അഭിപ്രായങ്ങൾ എഴുതി പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഇതുപോലെ ഒരു 150 ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾ ഒന്ന് കണ്ടൊരു വിഷയമുണ്ടാക്കി. പക്ഷേ ഇനിയും ഉണ്ടാവും, ഇനിയും വായിക്കുക, ശ്രദ്ധയോടെ കാത്തിരുന്നോളൂ, ഇനിയും വരട്ടെ. ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്, കേരളത്തിന്റെ വികസനത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്തെങ്കിലും ആലോചനയുണ്ടോ? 15 മാസം കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ്. നീ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി അല്ലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, സംസാരിക്കാൻ അവസരമുണ്ട്. അല്ല, ആവശ്യപ്പെടാൻ ചിലർ അർഹതമാണ്, അവർ ആവശ്യപ്പെട്ടാൽ നോക്കാം. ആകെ 2 പേര് വിളിച്ചിരിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ അകത്തുനിന്ന് KPCC പ്രസിഡൻറ്റും KPCC ജനറൽ സെക്രട്ടറിയും 2 ആളും പറഞ്ഞു. മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല, ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എതിരെ. നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ, ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെയും. എനിക്ക് പോകണം.